വിവിധ വകുപ്പുകൾ പ്രകാരം 8 വർഷം തടവും വരുന്നുണ്ടല്ലോ. വിവിധ വകുപ്പുകളിൽ ഇപ്പോൾ 448 506 പാർട്ട് 2 സെക്ഷൻ 30 ഓഫ് ദി ആംസ് ആക്ട് ഇത്തരം വകുപ്പുകളനുസരിച്ചാണ് ശിക്ഷിച്ചിരിക്കുന്നത്. 448 വകുപ്പ് അനുസരിച്ച് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് 6 വർഷം കഠിന തടവ്. 506(2) അനുസരിച്ച് ശിക്ഷ 2 വർഷം കഠിന തടവ്. അതുകൂടാതെ ആംസ് ആക്ട് അനുസരിച്ച് 3 മാസം തടവ്. അപ്പോൾ 8 വർഷവും 3 മാസവും തടവ് ശിക്ഷ ആദ്യം ഈ പ്രതി അനുഭവിക്കണം. അത് തീരുന്ന മുറയ്ക്ക് അത് അയാൾക്ക് വിധിച്ചിരിക്കുന്ന ഇരട്ട ജീവപര്യന്തം റൺ ചെയ്യുള്ളൂ. ഇരട്ട ജീവപര്യന്തം അതിന് ശേഷമാണ് ആരംഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 22 വർഷം എന്തായാലും ഈ പ്രതി ഈ കേസിൽ തടവ് അനുഭവിക്കണം എന്ന് ഇതോടെ എൻഷുർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഫൈന്, ഇപ്പം ഫൈൻ്റെ കാര്യത്തിലും കോടതി കാരണം ഒരു ഫൈൻ അടിക്കുന്ന ഒരാൾക്ക് ഫൈൻ പേ ചെയ്യാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കാരണം ഇയാൾ അതുപോലെ സാമ്പത്തിക ശേഷിയുള്ളൊരു സ്ഥിതിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ 19-20 ലക്ഷം രൂപ ഫൈനായിട്ട് വിധിച്ചിട്ടുണ്ട്. ഈ ഫൈൻ ഈടാക്കി കിട്ടിയാൽ അത് രഞ്ജുവിൻ്റെ കുട്ടികൾക്കും രഞ്ജുവിൻ്റെ ഭാര്യയ്ക്കും നൽകാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സർ, ആദ്യഘട്ടത്തിൽ ഈ സാക്ഷികളൊക്കെ കൂറുമാറിയപ്പോൾ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണല്ലോ ആശ്രയിക്കാനുണ്ടായത്. കൂറുമാറിയ സാക്ഷികളെയൊക്കെ ഞങ്ങളങ്ങനെ വിട്ടിട്ടില്ല. അവരെയൊക്കെ ഞങ്ങൾ വളരെ സമയമെടുത്ത് ക്രോസ് ചെയ്ത് അവരിൽ നിന്ന് പ്രധാന പ്രോസിക്യൂഷൻ ആവശ്യമായ ഈ കോടതി സത്യസന്ധമായ കാര്യങ്ങൾ അവരുടെ ക്രോസ് എക്സാമിനേഷനിലൂടെ വെളിവായിട്ടുണ്ട്. അതിലൂടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയ തെളിവുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞത്. കാരണം ഈ സാക്ഷികളിൽ നിന്നിപ്പോൾ അമ്മ കൂറുമാറി, പക്ഷേ അമ്മയെ 5 ദിവസം വിസ്തരിച്ചു. 5 ദിവസം വിസ്തരിച്ച അമ്മ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അമ്മ സമ്മതിച്ചു ക്രോസ് എക്സാമിനേഷൻ. അപ്പോൾ അമ്മ ഈ പ്രതി വിരോധം, പ്രതി അന്ന് വന്നത്, ഇതെല്ലാം അമ്മ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലായെങ്കിലും ആ സാക്ഷികളെയൊക്കെ ഹോസ്റ്റലായതുകൊണ്ട് അവരെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടില്ല. അവരുടെ എല്ലാ മൊഴി കൂടി ആശ്രയിച്ചിട്ടാണ് കോടതിക്ക് ഇങ്ങനെ ഒരു വിധിന്യായത്തിലേക്ക് എത്താൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ ശാസ്ത്രീയ തെളിവുകൾ കൂട്ടിയിണക്കുന്നതിന് ഈ സാഹചര്യങ്ങളൂടെ ആവശ്യം. ഉദാഹരണത്തിന് ഇപ്പോൾ 15-ാം സാക്ഷി മനു ഹോസ്റ്റലാണ്. പക്ഷേ മനു സമ്മതിച്ചു, ക്രോസ് ചെയ്തപ്പോൾ മനു സമ്മതിച്ചു ഈ കാറ് തള്ളിവിട്ട മനുവാണ്. മനുവിനെ ഫോൺ ചെയ്ത് സമ്മതിച്ചു. അപ്പോൾ മനുവിൻ്റെ ഫോൺ എന്ന് പറയുന്നത് മനുവിൻ്റെ മൊഴിയെ കൊറോബറേറ്റ് ചെയ്തു ഫോൺ തെളിവ്. കാരണം മനുവിനെ പ്രതി 4:39 വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം മനു കാറ് തള്ളിവിട്ട ഉടനെ മനുവിനെ ഈ പ്രതിയുടെ ഒരു സുഹൃത്ത് വിളിച്ചു. അത് 4:54. അപ്പോൾ അതിനു മുമ്പ് 4:53 വർക്ക് നിക്കോളാസ് എന്ന് പറഞ്ഞ ഒരാളെ പ്രതി വിളിച്ചു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സമയം വളരെ ചെറുതാണെന്നും വേറെ ഒരു തരത്തിലുള്ള ആലോചനയ്ക്കോ അതുപോലെ തന്നെ വീട്ടിൽ പോയി ചർച്ചയ്ക്കോ, ഇവർ പറയുന്ന പോലെ ചർച്ചയ്ക്കോ, അവിടെ ഇരുന്ന് എന്തെങ്കിലും തർക്കങ്ങളുണ്ടാകുന്നതിനോ ഒന്നും സമയം ഉണ്ടായിട്ടില്ല എന്നും, ഇതെല്ലാം വളരെ പെട്ടെന്ന്, കാരണം കാറ് തള്ളിവിട്ട ഉടനെ നേരെ വീട്ടിലേക്ക് പോവുകയാണെന്നും നേരെ വീട്ടിൽ കയറി വെടിവെച്ചാണെന്നും ഈ ടൈമിൻ്റെ കൃത്യത കൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. 4:51 തന്നെ പ്രതി പുറത്തിറങ്ങി ഫോട്ടോ എടുത്തു. കാരണം സംഭവം കഴിഞ്ഞ ഉടൻ പ്രതി പുറത്തിറങ്ങി ആളുകളെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പോൾ നോക്കുമ്പം പ്രതിയുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നതാണ് ഈ കേസിലെ 2ാം സാക്ഷി. ഫോൺ ഉണ്ടായിരുന്നു, ക്യാമറയല്ല, ഫോൺ ഉണ്ടായിരുന്നതാണ് 2ാം സാക്ഷി പറഞ്ഞത്. അപ്പോൾ അതിലെടുത്ത ഫോട്ടോയാണ്. അത് 4:51 എടുത്തു. 4:51 ഫോട്ടോ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് സംഭവം ഉണ്ടായെന്ന് സമർത്ഥിക്കാൻ നമുക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 4:50 പ്രോസിക്യൂഷൻ്റെ ചാർജ് പോലെ തന്നെ 4:50 ഈ സംഭവം ഉണ്ടായെന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. സാർ, ഇന്നലെ പ്രതിഭാഗം ഉന്നയിച്ച പ്രധാന വാദങ്ങളിലൊന്ന് പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം എന്നുള്ളതൊക്കെയാണ്. പ്രതിയുടെ പ്രായം വാസ്തവത്തിൽ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പ്രതിയുടെ പ്രായം ഒരു ഘടകമല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം ഒന്നുകിൽ പ്രതി വളരെ യങ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രതി വളരെ ഏജ് ഓൾഡ് ആയിരിക്കണം. പ്രതിയുടെ പ്രായം 52 വയസ്സേ ഉള്ളൂ. യങ്ങും അല്ല, ഏജ് ഓൾഡും അല്ല. അത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാവുന്ന ഒരു ഘടകമാണ്, കൊടുക്കരുത് എന്ന് പറയുന്നൊരു ഘടകമല്ല.